വെൽക്കം ബാക്ക്. ക്ലോയി ചൗ ഡയറക്ട് ചെയ്ത് 2025 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് ഹാംനെറ്റ്. ജെസി ബക്ലിയും പോൾ മെസ്കലും ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. സോ ഈ ഒരു സിനിമ വില്യം ഷേക്സ്പിയറിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവവും അതിനോടൊപ്പം തന്നെ ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡം ഉപയോഗിച്ചിട്ടുള്ള ഫിക്ഷനും ഹിസ്റ്ററിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വില്യം ഷേക്സ്പിയറും വൈഫായിട്ടുള്ള ആഗ്നസിനും അവരുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നടന്നു പോവുകയാണ്. അവർക്ക് 3 കുട്ടികളുണ്ട്. സോ ഷേക്സ്പിയർ പുള്ളിയുടെ ഈ ഒരു വർക്കിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ലണ്ടനിലാണ് താമസിക്കുന്നത്. അതേസമയം ആഗ്നസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വൈഫ് കുട്ടികളോടൊപ്പം അദ്ദേഹത്തിന്റെ ഹോം ടൗണിലാണ് ജീവിക്കുന്നത്. സോ പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ഫാമിലി വളരെ ഒരു ട്രാജഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോവുകയാണ്. ഷേക്സ്പിയറിന്റെ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഹാംനെറ്റ് എന്ന് പറഞ്ഞ മകൻ മരിക്കുന്നു. തുടർന്ന് ഷേക്സ്പിയർ അവിടെ ആ ഒരു ദുഃഖകരമായ സന്ദർഭത്തിൽ ഫാമിലിയിലൂടെ നിൽക്കാതെ അദ്ദേഹത്തിന്റെ വർക്കിന്റെ കാര്യത്തിന് ഈ ഒരു ലണ്ടനിലേക്ക് വരുന്നു. ശേഷം ആ ഒരു സംഭവത്തിനെ തുടർന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു കുറ്റബോധവും സങ്കടവും എല്ലാം കാരണം അദ്ദേഹത്തിന്റെ ഫേമസ് പ്ലേ ആയിട്ടുള്ള ഹാംലെറ്റ് എന്ന് പറഞ്ഞ പ്ലേക്ക് അദ്ദേഹം എഴുതുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കഥ. ഈ ഒരു സിനിമയുടെ കഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഷേക്സ്പിയറിന്റെ മകന്റെ മരണമാണ്. 1596 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഡയറക്ടറിന്റെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉപയോഗിച്ച് ആ ഒരു ഫാമിലിയിൽ ആ സമയത്തുള്ള അവരുടെ ഇമോഷനും കാര്യങ്ങളും ഒക്കെയാണ് അവർ ആഡ് ഓൺ ചെയ്തേക്കുന്ന കാര്യങ്ങൾ. സോ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഇമോഷണൽ ഡെപ്ത് ഒക്കെ നമുക്ക് അത്രമാത്രം കണക്ട് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിനിമേന്റെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്തെ പെർഫോമൻസ് ആണ്. ജെസി ബക്ലിയും അതുപോലെ പോൾ മെസ്കലും രണ്ടുപേരും നല്ല കിടിലനായിട്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ജെസി ബക്ലിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ പുള്ളിക്കാരത്തിക്ക് കിട്ടി. കൂടാതെ ഈ തവണത്തെ ഓസ്കാറിനും ബെസ്റ്റ് ആക്ട്രസിനുള്ള നോമിനേഷൻ ഉണ്ട്. സോ ഈ കിട്ടിയ അംഗീകാരം ഒക്കെ പുള്ളിക്കാരത്തെ അർഹിക്കുന്നതാണെന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് കിടിലനായിട്ടാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്തിന്റെ ആ ഒരു ഇമോഷൻ എല്ലാം നല്ല കിടിലനായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പോൾ മെസ്കലും പുള്ളി നന്നായിട്ട് തന്നെയാണ് റോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു റെക്കഗ്നിഷൻ ഒന്നും കിട്ടിയതായിട്ട് കണ്ടില്ല. പുള്ളി ഇപ്പൊ ഓസ്കാറിനാണെങ്കിൽ കൂടിയും പുള്ളിയുടെ പേര് നോമിനേഷൻ ലിസ്റ്റിലും ഒന്നും ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ രണ്ടുപേരും കിടിലനായിരുന്നു. ബാക്കി പടത്തിലുള്ള ബാക്കി കാസ്റ്റും എല്ലാവരും നല്ലായിരുന്നു. എസ്പെഷ്യലി ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള 3 പേരുണ്ട്. അവരും നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഷേക്സ്പിയറിന്റെ മകനായിട്ട് അഭിനയിച്ച ആ ഒരു കുട്ടി, ആ പയ്യനും കിടിലനായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു സിനിമ തുടക്കത്തിലൊക്കെ ഈ ഒരു ആഗ്നസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു സിനിമയിൽ ഒരു ഹീലറായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. സോ തുടക്കത്തിലൊക്കെ ഈ ഒരു സിനിമയിൽ ഫോറസ്റ്റ് ഏരിയാസിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട് സിനിമയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ. സോ ആ ക്യാരക്ടറിന്റെ ആ ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവമൊക്കെ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ അവസാനത്തെ ഒരു 25 മിനിറ്റ് ആ ഒരു സമയമാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. ആ ഒരു സിനിമയുടെ ഫൈനൽ ആക്ട് ഭയങ്കര കിടിലനായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കിടിലൻ പെർഫോമൻസും കിടിലൻ ആയിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. സോ സിനിമ ഒരു 2 മണിക്കൂറാണ് സിനിമയുടെ മൊത്തം ഒരു ഡ്യൂറേഷൻ ഉള്ളത്. സിനിമയുടെ തുടക്കത്തിലൊന്നും നമുക്ക് അങ്ങനെ വലിയ ലാഗൊന്നും ഫീൽ ചെയ്യത്തില്ല. എല്ലാം വളരെ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. കുറച്ച് രീതിയിലത്തെ റൊമാൻസും അവരുടെ ആ ഒരു ഫാമിലി ഇതെല്ലാം അങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ശേഷം കുറച്ച് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ നമുക്കൊരു സ്ലോ ആകുന്ന ഒരു ഫീല് കിട്ടും. അത് ആ ഒരു സിനിമയുടെ പേസിങ് അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ മടുപ്പടിക്കുകയൊന്നുമില്ല. കാരണം ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ളതുകൊണ്ടും വളരെ നന്നായിട്ട് തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു കാലഘട്ടം ആ ഒരു ലേറ്റ് 15th സെഞ്ചുറിയിലൊക്കെയാണ് ഈ ഒരു സിനിമേന്റെ കഥ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിനെ നമ്മൾക്ക് രജിസ്റ്റർ ആവുന്ന രീതിയിൽ തന്നെ ഇതിന്റെ ആർട്ട് വർക്ക് അതുപോലെ കോസ്റ്റ്യൂം എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
എടുത്തു പറയേണ്ട ഒന്നാണ് എനിക്ക് പേഴ്സണലി ഇതിന്റെ സൗണ്ട് ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇതിനകത്ത് കുറെ കുഞ്ഞു കുഞ്ഞു സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അതായത് ഈ പണ്ടത്തെ ആ ഒരു പേന വെച്ച് എഴുതുന്ന അത്തരത്തിലുള്ള സൗണ്ട് എഫക്ട്സും എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും നല്ല കിടിലൻ വർക്കായിരുന്നു. സോ ഞാൻ നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സിനിമ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയായിട്ടും റിലീസ് ആയിട്ടില്ല. ഇപ്പൊ ഇത് ഓൺലൈനിലൊക്കെ നമുക്ക് സ്ട്രീമിങ്ങിന് അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ റെന്റിന് കിടപ്പുണ്ട് പടം. സോ സിനിമയുടെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. പിന്നെ സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇല്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമയാണ്, ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ നമുക്ക് പറയാം. 2025 ഇറങ്ങിയ സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ തന്നെയാണ് ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക.